ജാസ്പ്രീത് ബുംറയുടെ ബൗളിങ്ങിൽ മാത്രമല്ല തീ തുപ്പുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ജാസ്പ്രീത് ബുംറ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. അത് നമ്മുടെ ഈ ഒരു ചാനലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും ക്യാമറോൺ ഗ്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. RCBക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഭാഗവുമാണ് അദ്ദേഹം. സോ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ക്യാമറോൺ ഗ്രീന് ഒരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ നാൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇല്ലായിരുന്നു. സോ ഒരു സർജറി, ബാക്ക് സർജറി ആയിരുന്നു അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിരുന്നത്. സോ ആ ഒരു സർജറി ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന് ജാസ്പ്രീത് ബുംറ, അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പ് ജാസ്പ്രീത് ബുംറ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, സുഖമായിരിക്കുന്നു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഖവിവരം അന്വേഷിച്ചുകൊണ്ട് മെസ്സേജ് കേട്ടിരുന്നു. സോ അത് വേറെ ആരും തന്നോട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നാണ് ക്യാമറോൺ ഗ്രീൻ പറയുന്നത്. ജാസ്പ്രീത് ബുംറ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സോ എന്തായാലും ജാസ്പ്രീത് ബുംറ എന്താ പറയുക, നമുക്കറിയാം അദ്ദേഹം ഒരു നല്ല ഹ്യൂമൻ ബീയിങ് കൂടിയാണ് പല സാഹചര്യത്തിലും. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞു, വളരെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. സോ അവിടെയാണ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് ജാസ്പ്രീത് ബുംറ എഴുതുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത്, മുംബൈ ഇന്ത്യൻസിലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് ഇവിടെയും കാണാൻ സാധിച്ചു. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശരിക്കും അടുത്ത് ഗുഡ് ബൈ.